ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഗോബി 65 ആയിട്ട് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതേ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു മഴയുടെ സമയത്ത് ചൂടോടെ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കുറിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ആദ്യം ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഒരു മണിക്കൂറെങ്കിലും അതങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അണുക്കളൊക്കെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടും. അതിനുശേഷം കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിക്ക് കഴുകിയിട്ട് തന്നെ വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തു വെക്കുക. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ പീസ്, ഒരു മീഡിയം സൈസുള്ള പീസ് ഇഞ്ചി, 3 പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി കിട്ടും. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കോളിഫ്ലവർ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടികൾ അളവൊക്കെ കൂടും. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. വെള്ളം അധികമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ലൂസായി പോകും. ആദ്യം പൊടികൾ ചേർത്തിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കോളിഫ്ലവർ നന്നായിട്ട് പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിലേക്ക് മാറ്റി വെക്കുക. കോളിഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് എല്ലാ മസാലകളും പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂർ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ ചെയ്യുന്നത് പോലെ നല്ല ക്രിസ്പി ആയി കിട്ടുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ശരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കില്ലേ, ഫയറിനൊക്കെ പോയാൽ അധികം കിട്ടാറുണ്ട് ഇതുപോലത്തെ ഒരു കോളിഫ്ലവർ ഫ്രൈ. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആയി മുരിഞ്ഞ് വരണം. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കാം. പക്ഷെ നോമ്പിൻ്റെ സമയത്ത് ഒരു വ്ളോഗിൽ കാണിച്ചപ്പം കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇതും പിന്നെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മഴ ആസ്വദിച്ചിരിക്കാം വൈകുന്നേരങ്ങളിൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്